ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ നൂറാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ ഫാമിലിയായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആഴ്ചയിൽ 3 ദിവസം ലീവാണ് സ്കൂള്. അപ്പം വെള്ളി ശനി ഞായർ അങ്ങനെ 3 ദിവസം ലീവാണ്. അതിൽ നിന്ന് എന്തായാലും നമ്മൾ 2 ദിവസം മാക്സിമം എന്തായാലും പുറത്ത് പോകാൻ നോക്കൂ കേട്ടോ. കാരണം ഇങ്ങനെ റൂമിൽ തന്നെ ഇരുന്നിട്ടൊരു മുഷിച്ചലല്ലേ, അപ്പോൾ കുട്ടികൾക്കെല്ലാം കൊണ്ട് പുറത്ത് ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇന്ന് ഇക്കാൻ്റെ ഫാമിലിൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത്. നമ്മളധികം എനിക്ക് ഇങ്ങനെ ഒന്നിച്ചിട്ട് തന്നെ പോകാനാണ് കേട്ടോ ഇഷ്ടം. ഫാമിലിൻ്റെ എല്ലാം കൂടെ ഒന്നിച്ച് പോകാൻ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ എന്തായാലും ഒരു ദിവസമെങ്കിലും ഒന്നിച്ചിട്ട് അങ്ങനെ പുറത്ത് പോകാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഇക്കാൻ്റെ പെങ്ങളുടെ മക്കളാണ് കേട്ടോ. അപ്പം നമ്മൾ കോർഫുഖാനിലേക്കാണ് കേട്ടോ പോകുന്നത്. കോർഫുഖാനിലേക്ക് നമ്മുടെ റൂമിൽ നിന്ന് ഒരു 1.5 മണിക്കൂറിൽ അധികം ഉണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇവിടെ നിർത്തിയതാണ് കേട്ടോ. അപ്പം കുട്ടികളെല്ലാം ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വൈകുന്നേര ടൈമിൽ നമ്മൾ കോർഫുഖാൻ എത്തിയിട്ടാ. അപ്പം നമ്മൾ സാധാരണ വൈകുന്നേരം ഒരു 5, 6 എന്തായാലും നമ്മൾ 4 മണി അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ എത്തൽ. ഇന്ന് നമ്മൾ നേരത്തെ തന്നെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു വ്യൂ ആണ് കേട്ടോ. വൈകുന്നേരം വന്നാൽ ഇത്ര ഒരു വ്യൂ കിട്ടലില്ല കേട്ടോ. പിന്നെ ഇത് തണുപ്പ് ടൈം ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ. നല്ലൊരു വ്യൂ ആയിരുന്നു. സാധാരണ നമ്മൾ വൈകുന്നേരം ആ ഒരു ടൈമിൽ വരുമ്പം ഇത്ര വ്യൂ ഒന്നും അങ്ങനെ എനിക്ക് ആ കടലിൻ്റെ ആ ഒരു ബ്ലൂ ഒരു കളർ ഉണ്ട്, ആ ഒരു കളറും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അങ്ങനെ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഫുഡെല്ലാം ചായൻ്റെ കടി അങ്ങനെയെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അല്ല, കുറച്ചാൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുണ്ട് നല്ല അടിപൊളി കേട്ടോ, അടിപൊളി പ്ലേസാണ്. നല്ല അടിപൊളി ഫാമിലിയെല്ലാം ആയിട്ടെല്ലാം എൻജോയ് ചെയ്യാനും ഒന്നൊരു ഫ്രീ ആയിട്ട് ഇരിക്കാനെല്ലാം പറ്റും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഇതൊരു വൈകുന്നേരം ഒരു ടൈം ആയിട്ടാ. നമ്മൾ അവിടെ തന്നെ കുറച്ച് ടൈം ആകുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെ ഇരുന്നിട്ട് പിന്നെ ഇവിടെ ബോട്ടിങ്ങെല്ലാം ഉണ്ട്. പക്ഷെ ബോട്ടിങ്ങിനെല്ലാം സാധാ അമ്മ ഇപ്പോൾ വന്നാൽ പോലുണ്ട്. ഇപ്രാവശ്യം അമ്മ ബോട്ടിങ്ങിനൊന്നും പോയിട്ടില്ല കേട്ടോ. നമ്മൾ പിന്നെ അങ്ങനെ ബോട്ടിങ് ഇപ്രാവശ്യം പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിവിടെ നല്ല അടിപൊളി. പിന്നെ അതിൻ്റെ കുറച്ച് ഇപ്പുറമായിട്ട് തന്നെ ഇതേപോലെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇങ്ങനെ വെള്ളച്ചാട്ടമെല്ലാം ഉണ്ടാകുന്ന ഒരു സ്ഥലം. അത് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ അവിടത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബോട്ടിങ്ങെല്ലാം ഒഴിവാക്കിയത് കേട്ടോ. നല്ല അടിപൊളി തണുപ്പുള്ള ടൈം ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ദുബൈയിലുള്ളവർ ഇവിടെ ദേശമില്ല ആളെല്ലാം എന്തായാലും അറിയാതിരിക്കില്ല കേട്ടോ ദുബൈയിലുള്ളവർക്ക്. കാരണം എല്ലാവരും പോകുന്നൊരു പ്ലേസാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണ്. ഇതുണ്ടാ നല്ല അടിപൊളി കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് കുറേ സമയം കൂടി നിൽക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു മഗ്രിബ് ആ ഒരു ടൈമിൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഇത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതുണ്ട് റോഡിൻ്റെ അപ്പുറമാണ് കേട്ടോ അത് വരുന്നത്. ഇതുണ്ടോ നല്ല രസമുണ്ട്, നല്ല ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ ശനിയാഴ്ചയാണ് കേട്ടോ പുറത്ത് പോയിട്ടുണ്ടായത്. ഈ ഒരു ടൈമിലെല്ലാം നല്ല ആൾക്കാരുണ്ടാവും കേട്ടോ. കാരണം സ്കൂള് ഇല്ലാത്ത ഒരു ടൈമല്ല, അപ്പം എല്ലാവരും ഉണ്ടാവും, അധികം തിരക്കുണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് നോക്കട്ടെ, അറിയാത്തവർ ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ നമ്മൾ അങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. കുട്ടികൾക്കെല്ലാം ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ അവർക്ക്. പിന്നെ വെള്ളത്തിൽ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇവിടെയും കുറേ ടൈം നമ്മൾ സ്പെൻഡ് ആക്കിയിട്ടാ. കുറേ ടൈം നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഫോട്ടോ എടുക്കാനും അതെല്ലാം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെയും എല്ലാവരും ഫോട്ടോ ഒന്നായിട്ട് എടുത്തു. പിന്നെ ഇത് എൻ്റെ മോളും പിന്നെ എൻ്റെ പെങ്ങളുടെ മോളും ആണ് കേട്ടോ. അപ്പം അവർ ഡാൻസ് കളിക്കൂട്ടാ, നന്നായിട്ട് ഡാൻസ് കളിക്കുക അവർ. അപ്പം ഈ വീഡിയോ ഞാൻ യൂട്യൂബ് ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാട്ടാ. ഇതിപ്പം ഈ മ്യൂസിക്കെല്ലാം ഇട്ടാൽ കോപ്പിറൈറ്റ് കിട്ടുമല്ലോ, അപ്പോൾ അതുകൊണ്ട് മ്യൂസിക്കൊന്നും ഇടുന്നില്ല കേട്ടോ പാട്ടിൻ്റെ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവർ ഈ പ്രായത്തിലല്ലേ ഡാൻസെല്ലാം കളിക്കാൻ വേണ്ടി പറ്റും. കുറച്ച് വലുതായാലും എന്തായാലും നമ്മൾ ഡാൻസ് കളിക്കാനൊന്നും കിട്ടില്ല. അപ്പം
ഈ ഒരു പ്രായത്തിൽ എന്തായാലും എൻജോയ് ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവർ രണ്ടാളും ഒരുപോലത്തെ ഡ്രസ്സെല്ലാം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ. അപ്പോൾ ഇവിടെ പോയാലും ഇങ്ങനെ ഡാൻസ് കളിക്കുന്നവർ. അപ്പോൾ ഞാൻ നല്ലൊരു ലൊക്കേഷനും കൂടി കണ്ടപ്പോൾ പിന്നെ വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ ഏകദേശം ഒരു മഗ്‌രിബ് ബാങ്കിൻ്റെ ഏകദേശം ഒരു ടൈമാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇവിടെ ചായയെല്ലാം വാങ്ങി പിന്നെ ചായൻ്റെ കടിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായൻ്റെ കടിയെല്ലാം കുടിച്ച് അങ്ങനെ കുറേ സമയം എല്ലാവരും ഒന്ന് സംസാരിച്ചിട്ടിരുന്നിട്ടാണ്. നല്ലൊരു കിളികളുടെ കലപിലെ ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ്. അപ്പം നമ്മൾ ബാങ്ക് കൊടുക്കലായിട്ടാണ്. അപ്പോൾ നമ്മൾ നിസ്കരിച്ചിട്ട് അങ്ങനെ നമ്മളെ ഷാർജയിലേക്ക് തന്നെ പോകാൻ വേണ്ടി പോകുന്നു. അവിടെ നിന്ന് നിസ്കരിക്കെല്ലാം ചെയ്തു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ കുനാഫ വെക്കുന്ന ഒരിതുണ്ട് കേട്ടോ. കുനാഫ നല്ല ചൂടോടെ വാങ്ങുന്നത് അടിപൊളി കുനാഫയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അങ്ങനെ നമ്മളെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡെല്ലാം വാങ്ങി കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ഫുഡ് നമ്മൾ KFC ആയിരുന്നു കഴിച്ചിട്ടുണ്ടായത്. അതിൻ്റെ വീഡിയോ ഒന്നും പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ എനിക്കൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മോളെ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഡ്രസ്സെല്ലാം വാങ്ങി അടിപൊളി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.